എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നിലമ്പൂരിൽ UDFന് ജനങ്ങൾ സമ്മാനിച്ചത് ചരിത്ര വിജയമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എ പ്ലസ് വിഷനുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിതാവിന്റെ വലിയ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷന്റെ തലേ ദിവസം ഞാനിട്ടൊരു വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം, ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായി, പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ കാണുന്നൊരു വലിയ പ്രത്യേകത, പോത്തുകല്ല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല, നഷ്ടപ്പെട്ട പഞ്ചായത്ത്. അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത്. നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം. ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ 5-4 ഭൂരിപക്ഷത്തിനാണ്. അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് 4-3 ഭൂരിപക്ഷത്തിനാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചത് 22-17 സീറ്റ് നേടിക്കൊണ്ടാണ്. അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് 19-16 സീറ്റ് നേടിക്കൊണ്ടാണ്. നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് 36-28 നേടിക്കൊണ്ടാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. മാത്രമല്ല, മൂത്തേടം പഞ്ചായത്തിൽ ആകെ ഇടതുപക്ഷത്തിനാകെ ഒരു അംഗം തന്നെയുള്ളൂ. 18 ആകെയുള്ള 18 വാർഡിൽ 17 UDF നേടി, ഒരൊറ്റ വാർഡ് മാത്രമാണ് LDFനുള്ളത്. അതുപോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDFന് സീറ്റേ ഇല്ല. അവിടെ UDFന്റെ റബലായിട്ട് മത്സരിച്ച ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക. ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിന്നെ UDF ആണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, പിന്നെ ചുങ്കത്ര കഴിഞ്ഞ വർഷം 10-10 ആയിരുന്നു ചുങ്കത്ര വിജയം. ആ ചുങ്കത്ര പ്രാവശ്യം ആകെയുള്ള 22-17 UDF, 4 സീറ്റ് മാത്രമാണ് LDFനുള്ളത്. 3-2 ഭൂരിപക്ഷം, 1 BJPക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ കേവലം വിജയിക്കുക എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം പെർഫോമൻസ് മോശമായിരുന്ന മുഴുവൻ പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തിന് 3-2 ഭൂരിപക്ഷം, 5-4 ഭൂരിപക്ഷം, 4-3 ഭൂരിപക്ഷം എന്ന രീതിയിലാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് മറ്റൊന്നുള്ളത്, കാരണം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ എല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2000-ലാണ് UDFന് ഇതുപോലൊരു വലിയ വിജയം കേരളത്തിൽ ആഗമനം ഉണ്ടായത്. അന്ന് പോലും മൂത്തേടം പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. മുഴുവൻ പഞ്ചായത്തും നഗരസഭയും, അന്ന് പിന്നെ 2000-ൽ നഗരസഭയില്ല, നിലമ്പൂർ പഞ്ചായത്താണ്. പക്ഷെ അന്നും ഈ പറഞ്ഞ മൂത്തേടം നഷ്ടപ്പെട്ടു. മാത്രമല്ല, അന്ന് കാളികാവും അതേപോലെ ചോക്കാടും ചാലിയാറും ഒക്കെ നിലമ്പൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. നിലമ്പൂർ മണ്ഡലവും നഗരസഭയും തിരിച്ചു പിടിക്കണമെന്ന് തന്നോടും UDF നേതാക്കളോടും പിതാവ് ആര്യാടൻ മുഹമ്മദ് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യം ജനങ്ങൾ ഏറ്റെടുത്തതാണ് നിലമ്പൂരിലുണ്ടായ ചരിത്ര വിജയമെന്നും ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം പിന്നെ UDFന്റെ നേതൃത്വത്തോട്, ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത് നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയും നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിലമ്പൂർ തിരിച്ചു പിടിച്ചു, നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, UDFന്റെ മുഴുവൻ ആളുകൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ മത്സരങ്ങളിലും എതിരില്ലാത്ത ഗോളുകൾക്കാണ് UDF വിജയിച്ചു വന്നത്.
2026 UDF അധികാരത്തിൽ വരും. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൂടുതൽ കർമ്മനിരതരാകാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ജനങ്ങൾക്ക് ഒപ്പം എന്നുമുണ്ടാകുമെന്നും ചരിത്രം വിജയം നൽകിയ ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും MLA പറഞ്ഞു. ഇത്ര ജനരോഷം 9 വർഷക്കാലത്തെ 9.5 വർഷക്കാലത്തെ LDFന്റെ ഭരണം, LDFന്റെ കൃത്യമായ ഭരണ പരാജയം തന്നെയാണ് ഇത് കാണുന്നത്. ഭരണപരാജയമല്ല, ഏത് മേഖലയിലെ ആളുകൾക്കൊരു എന്തെങ്കിലും ഒരു ആശ്വാസം പറയാനുള്ളത്, ഏത് മേഖലയിലാണ് ആളുകൾക്ക് ഒരു ആശ്വാസം പറയാനുള്ളത്. എന്നിട്ടും അവസാന കാലത്ത് തെരഞ്ഞെടുപ്പിൽ ചില ഗിമിക്സ് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പല പ്രഖ്യാപനങ്ങളും നടത്തി പാർട്ടി ഓഫീസിൽ നിന്ന് ഫോം അച്ചടിച്ച് വീടുകളിൽ കയറി അത് വിതരണം ചെയ്ത് സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കാം എന്നും പറഞ്ഞിട്ട് വലിയ ആപ്ലിക്കേഷൻ ഫോമും കൊണ്ട് ആളുകളുടെ വീടിൽ കയറി വോട്ടാക്കി മാറ്റാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത്, എന്തൊക്കെ ശ്രമങ്ങൾ. നമുക്കറിയാലോ, പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പത്രക്കാരോട് പറഞ്ഞ പിണറായി വിജയൻ പിന്നീട് പെട്ടെന്ന് നമ്മൾ പ്രസ് ക്ലബിലേക്ക് വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുകയാണ്. പത്രക്കാർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥാവിശേഷം കാണുകയാണ്. എന്തൊക്കെ നമ്മളിവിടെ കണ്ടു. ഇപ്പോൾ നമുക്ക് ശബരിമല പ്രശ്നം നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് അറിയാം. 2 CPM നേതാക്കൾ ജയിലിലാണ്. ഇതിനെയൊക്കെ കേവലം മറച്ചു വെക്കാൻ, കേവലം എന്തെങ്കിലും വളരെ വികൃതമായ ഇടതുപക്ഷത്തിൻ്റെ മുഖം ഒരു പൗഡർ ഇട്ടുകൊണ്ട് മിനുക്കിയത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി തെളിയിച്ചു എന്ന് ഒരിക്കലും കഴിയില്ല. കാരണം അതുകൊണ്ടൊന്നും ഇപ്പോൾ പെൻഷൻ കൂട്ടി അതല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ചില ചെപ്പടി വിദ്യകൾ ഇറക്കി. ഇപ്പം അറിയാം, കിറ്റും പെൻഷനും കൊടുത്താൽ വീണ്ടും തിരിച്ചു വരാം എന്നാണ് CPM വിചാരിച്ചതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം പറ്റിയ അമളി ഇനി പറ്റുകയില്ല എന്ന് ജനം തീരുമാനിച്ചിരിക്കുന്നു. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.